നമ്മുടെ നാടിനെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തം. വളരെ ഞെട്ടലോടുകൂടിയായിരുന്നു ഈ വാർത്ത നമ്മളെല്ലാം ശ്രമിച്ചത്. ആദ്യം കേട്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും മരണത്തിൻ്റെ നമ്പരുകൾ കൂടി. ആകെ 50 പേർ മരിച്ചതിൽ 23 പേരും മലയാളികളാണ്. അതിൽ 3 പേർ നമ്മുടെ കോട്ടയം ജില്ലക്കാരാണ്. ഒരാൾ എനിക്കിപ്പോൾ അയൽവാസി കൂടിയാണ്. ഏറെ വിഷമത്തോടും വേദനയോടും കൂടിയാണ് ആ വാർത്തകൾ നമ്മളെല്ലാം കേട്ടതും അതിൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കിയത്. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അടിയന്തര ക്യാബിനറ്റ് യോഗം ഇന്നലെ ചേരുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വിദേശ മന്ത്രാലയങ്ങളിൽ എടുക്കേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിമിഷങ്ങൾ തന്നെ ഉണ്ടായി. ചീഫ് സെക്രട്ടറി ഈ വിഷയമെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നോർക്ക ഈ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കുവൈറ്റുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്നു. കേന്ദ്രത്തിലെ ഒരു വിദേശകാര്യ സഹമന്ത്രി തന്നെ കുവൈറ്റിൽ എത്തിച്ചേരുന്ന സ്ഥിതിയുണ്ടായി. അക്കൂട്ടത്തിൽ സംസ്ഥാനത്തു നിന്നൊരു മന്ത്രി കൂടി പോകണമെന്ന് ഞങ്ങൾ അടിയന്തര ക്യാബിനറ്റ് കൂടി തീരുമാനിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ പോകുന്നതിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. പ്രധാനമായും അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ഉൾപ്പെടെ കൂടുതൽ വിദഗ്ധ ചികിത്സ നമ്മുടെ നാട്ടിലെത്തിച്ച് നടത്തേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടിയന്തരമായി പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ക്യാബിനറ്റ് ഈ വിഷയത്തിൽ തുടർന്നുള്ള നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ ബോഡി എത്തിച്ചേരുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ, കേരളത്തിലെ ഓരോ വീടുകളിലും പ്രത്യേക ആംബുലൻസിൽ ഈ ബോഡി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് തീരുമാനിച്ച് ഇടപെടുകയുണ്ടായി. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക്, കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര സഹായം നിരത്തി 1 ലക്ഷം രൂപ വീതം അനുവദിച്ചു. കൂട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളുണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബോഡിയെല്ലാം നെടുമ്പാശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും മണിക്കൂറിനുള്ളിൽ ഓരോ വീടുകളിലും ആ പ്രത്യേക ആംബുലൻസിൽ ഈ ബോഡികളെല്ലാം എത്തിക്കും. തുടർന്ന് ഓരോ കുടുംബത്തിൻ്റെയും ബന്ധുക്കൾ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ശവസംസ്കാരങ്ങൾ നടക്കുക. അത് അവരുടെ അഭിപ്രായങ്ങൾ കൂട്ടുകൊടുത്തിരിക്കുക. വീടുകളിൽ എത്തിക്കുന്നതോടൊപ്പം വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരുക്കി കൊടുക്കും. ഈ തരത്തിൽ നാടാകെ വിഷമിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും ബന്ധുക്കളെയും മറ്റവരെയും ഇവരെയെല്ലാം നെഞ്ചോട് ചേർത്ത് ഈ വിഷയത്തിനാവശ്യമായ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ വേദനാജനകമായ ഒരു അനുഭവമാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് ദൃശ്യമായത്. വളരെ പ്രതീക്ഷയോടുകൂടി തനിക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി സ്റ്റെഫിൻ മുൻകൈയെടുത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മാണ പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടമാണ് അദ്ദേഹത്തിന് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ വിട്ടുപിരിഞ്ഞത് എന്നോർക്കുമ്പോൾ ആ വീട്ടുകാരെ പോലെ തന്നെ നമുക്കും വേദനയും വിഷമങ്ങളുണ്ട്. വലിയ പ്രതീക്ഷകളായിരുന്നു ഈ വീടിനെ സംബന്ധിച്ചോളം സ്റ്റെഫനിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ജില്ലയിലെ തിത്താനത്ത് 7 ദിവസം മാത്രമായി അവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ആ ശ്രീഹരിയുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ളതുണ്ട്. അതുപോലെ മറ്റൊന്ന് നമ്മുടെ പായിപ്പാടുണ്ടായിട്ടുള്ള മറ്റ് സംഭവം. പിന്നെ 3 മരണങ്ങളാണ് നമ്മുടെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചുള്ള ഉണ്ടായിട്ടുള്ളത്. 3 നന്നേ യൗവനങ്ങളാണ്. അവരുടെ എല്ലാം വീടിൻ്റെ അവസ്ഥയും
ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ വിഷമവും അതുപോലെ തന്നെ നമുക്കെല്ലാം വേദനയും ഉളവാക്കുന്നതാണ് രംഗങ്ങൾ കാണുന്നത്. അപ്പോൾ പൊതുവിൽ അവരുടെ വിഷമത്തിലും വേദനയുമെല്ലാം സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായി അവരെ നെഞ്ചോട് ചേർത്ത് ഭാവി പ്രവർത്തനങ്ങളിൽ ഇടപെടും. ഇതാണ് പൊതുവിൽ പറയാൻ.